നാഷണൽ ജനതാദൾ പറവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത 66 ദുരിതപാതയാക്കരുത്, പെരുമ്പടന്ന മുഖ്യ കവാടമാക്കി മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറവൂർ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ NM പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വളരെ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് NHന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാണ, ആ കാണയിൽ നിറയുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മളുടെ ഇരുപുറങ്ങളും താമസിക്കുന്നതായിട്ടുള്ള പറമ്പുകളിലെ വെള്ളമല്ല, വീട്ടുകാരുടെ വസതികളിലുള്ള വെള്ളമല്ല, പകരം NHന്റെ തന്നെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാണയിൽ NH എന്ന് പറയുന്ന ആ റോഡിൽ വരുന്ന വെള്ളം മാത്രമേ കടന്നു വരികയുള്ളൂ. എന്നുവെച്ചാൽ അതിൻ്റെ ഇരുപുറങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി മോൻ പത്രയിൽ അധ്യക്ഷനായി. വികസനം ആവശ്യമാണ്, പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് NH അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്ക സമയങ്ങളിൽ ധാരാളം വെള്ളം പറവൂർ ടൗണുകളിലും പെരുമ്പടുന്ന ഭാഗത്തൊക്കെ കയറിയേറിയിരുന്നായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ അന്ന് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഈ കഴിഞ്ഞ മഴയത്ത് എല്ലാ വീടുകളിലും പ്രമുഖ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലൊക്കെ വെള്ളം കയറി നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് സംസാരിച്ചു. ഈ NH66 കടന്നു പോകുന്നതിന്റെ സർവീസ് റോഡ് 5.5 മീറ്റർ ആണ് സർവീസ് റോഡ്. 5.5 മീറ്റർ സർവീസ് റോഡ് വരുമ്പോൾ അത് ഡ്രൈനേജ് അടക്കമുള്ള അതിന്റെ കൂടി വീതി കൂട്ടിയിട്ടാണ് ഈ NH66 പണി മുമ്പോട്ട് പോകുന്നത്. 5.5 മീറ്റർ സർവീസ് റോഡിലേക്ക് 40-50 അടി നീളമുള്ള ട്രെയിലറുകൾ, ആ ട്രെയിലറുകൾ എങ്ങനെയാണ് വളച്ചു കയറ്റുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് VS ബോബൻ പ്രസംഗിച്ചു. ലക്ഷ്യമിട്ട് നമ്മൾ സംയുക്തമായി നടത്തിയ പഠനത്തിൽ ബോധ്യപ്പെട്ട ഒട്ടനവധി അപാകതകൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. കാരണം പറവൂർ പാലത്തിന്റെ ഒരു അപാകത മുസ്ലിം ലീഗ് നേതാവാണ് അബ്ദുള്ള ചൂണ്ടിക്കാണിച്ചത്. പത്രത്തിൽ വന്നു, MLA ഇടപെട്ടു, കളക്ടർ ഇടപെട്ടു, നടപടികളായി, അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ എഞ്ചിനീയറിംഗ് മെത്തേഡിൽ ആ വെള്ളത്തിൽ കിടക്കുന്ന കമ്പികൾ തുരുമ്പ് പിടിച്ച് നശിക്കുന്നതല്ലാതെ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഫൗണ്ടേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. സുഗതൻ മാലിയങ്കര, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി KK അബ്ദുള്ള, കേരള കോൺഗ്രസ് J മണ്ഡലം പ്രസിഡന്റ് റോഷൻ ചക്കപ്പൻ, നഗരസഭാ കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ, KK ബഷീർ, മധു അയ്യമ്പള്ളി, KM രമീഷ് എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.